ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരാഴ്ചയായിട്ട് നമ്മളിങ്ങനെ കുറച്ച് യാത്രയിലായിരുന്നു കേട്ടോ. നമ്മുടെ കുടുംബക്കാരൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരമാണ് ഇറങ്ങിയിട്ടുള്ളത്. കീഴ്പള്ളിയിലേക്കാണ് പോകുന്നത് കേട്ടോ. വിയറ്റ്നാം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ കീഴ്പള്ളിയിലും വിയറ്റ്നാമിലൊക്കെ ആയിട്ട് ബാപ്പാൻ്റെ കുറച്ച് റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാക്കൂനൊന്നും സുഖമില്ലാത്തതുകൊണ്ട് ഇത് കാണാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എപ്പം വെക്കേഷന് വന്നാലും നമ്മളിവരൊക്കെ കാണാൻ പോക്കുണ്ട് കേട്ടോ. ഒരു കുടുംബ സന്ദർശനം പോലെ നമ്മൾ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി പോകുന്നതാണ്. ഇന്ന് കണ്ടാലും നാളെ കാണുന്നില്ല, അങ്ങനെയുള്ള സ്ഥിതിഗതികളാണല്ലോ ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് പറ്റാവുന്ന സമയമൊക്കെ നമ്മളെല്ലാവരെയും കാണാനും സന്ദർശിക്കാനൊക്കെ പോക്കുണ്ട്. ഒരു സന്തോഷമല്ലേ അവരെ കാണുമ്പോൾ. കൊടുക്കലും വാങ്ങലും ഇല്ലല്ലോ, നമുക്ക് അവരോട് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റുന്ന ആ ഒരു നിമിഷങ്ങളാണല്ലോ നമുക്ക് ജീവിതത്തിൽ സന്തോഷം തരുന്നത്. നമ്മളൊക്കെ അങ്ങനെ കരുതുന്ന ആൾക്കാരാണ് കേട്ടോ. കൊടുക്കലും വാങ്ങലല്ല, കുറച്ച് അവരോട് സംസാരിച്ചിരിക്കുക, അവരായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് നമ്മളൊക്കെ. അപ്പോൾ അവരെയൊന്നും നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, കുറച്ച് വിഷ്വൽസ് ഇതിൽ കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. നമ്മൾ വൈകുന്നേരം പോയിട്ട് രാത്രി ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്താൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആണിത്, നിങ്ങൾക്ക് വഴിയെ കാണാം കേട്ടോ. ഈ സൈഡ് മൊത്തം പൈനാപ്പിൾ തോട്ടങ്ങളാണ് കേട്ടോ. തേയിലത്തോട്ടമൊക്കെ പോലെ പൈനാപ്പിൾ തോട്ടമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. കാറിലായതുകൊണ്ട് അങ്ങനെ വലിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കാണുന്നുണ്ട്. ഇനി നേരെ വിയറ്റ്നാമാണ് നമ്മൾ കാണുന്നത് കേട്ടോ. വിയറ്റ്നാമിലേക്കുള്ള റോഡാണ്. റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് കേട്ടോ. മലയോര ഹൈവേ ആണ്. സ്മൂത്തായിട്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റും. നമ്മളൊരു വൈകുന്നേരമാണ് കേട്ടോ ഇറങ്ങിയത്. ഇപ്പോൾ കുറച്ച് ഇരുട്ടി തുടങ്ങാനായിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാളൊക്കെ കടന്നിട്ടാണ് നമ്മൾ വിയറ്റ്നാമിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി മൊത്തം എസ്റ്റേറ്റ് പോലെയുള്ള റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ. മൊത്തം എസ്റ്റേറ്റ് ഏരിയ ആണ്. ശരിക്കും ഒരു ഫോറസ്റ്റിലൂടെ പോകുന്നൊരു പ്രതീതിയാണ് കേട്ടോ.
പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രക്ക് ഭംഗിയുള്ളതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലോങ് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. കാഞ്ഞിരക്കൊല്ലിയൊക്കെ പോലെ ഒരു ഫീൽ ചെയ്യും. നമ്മൾ കാഞ്ഞിരക്കൊല്ലിയിലൊക്കെ പോകുമ്പോൾ അങ്ങനെയൊരു മലകളെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ കല്ലടിക്കോടൊക്കെ പോകുമ്പോൾ കല്ലടിക്കോടം മലയൊക്കെ പോലെ നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഷോർട്ടായിട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ കാക്കൂൻ്റെ അവിടെയൊക്കെ എത്തി, ചായയൊക്കെ കുടിച്ചു, വർത്താനൊക്കെ പറഞ്ഞു, കുറേ സമയം വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ മഗ്‌രിബൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങാൻ നേരം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് കാക്കൂൻ്റെ വീട് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് 2-3 വീട്ടിലൊന്നും കൂടി കയറി. കുട്ടിക്ക് നല്ലൊരു ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇരിട്ടിയിലുള്ള നെഗിൽ ഹോസ്പിറ്റലൊന്ന് കയറി. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കയറി അവളെയും കാണിച്ച് മരുന്നൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയത് കേട്ടോ. ഒരു 10 മണിയായിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലെത്തുമ്പോൾ. എന്നാലും എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. ഇങ്ങനെ ഒരു 2 വർഷം കഴിയുമ്പോഴേ നമുക്ക് എല്ലായിടത്തും ഒന്ന് പോയിട്ട് വരാൻ പറ്റും. എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലൊക്കെയാണ്. അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.